ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലോ. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ ഒത്തിരി ദിവസമായി ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായി വന്നിട്ട്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കുന്നതാണ്. അത് ഞാനെങ്ങനെ തയ്യാറാക്കുന്നത് കാണാം. അപ്പോൾ വീട്ടിലോട്ട് പോകാം. നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. ഇപ്പോൾ പൈനാപ്പിൾ എല്ലാം ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കണക്കിനാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി 3 കഷ്ണം പച്ചമുളകും കൂടി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും പച്ചമുളകും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേകുന്ന സമയത്ത് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കഷ്ണം പച്ചമുളക്, 2-3 കഷ്ണം ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിശ്ശേരി ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കടുക് ചേർക്കാം. ചെറിയ ഉള്ളി, വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.